ബോഡി ബിൽഡിംഗ് എന്നത് നമ്മുടെ യുവാക്കൾക്കിടയിലൊക്കെ ഇപ്പോൾ വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. തൊട്ടടുത്തൊക്കെ ജിമ്മുകളുണ്ട്. പക്ഷെ ഇങ്ങനെ ജിമ്മുകളൊന്നും ഇത്രത്തോളം ഇല്ലാതിരുന്ന കാലത്ത് തന്നെ ബോഡി ബിൽഡിംഗിൽ ആകർഷണമാവുകയും ആ ഒരു രംഗത്തേക്ക് കടന്നു വരികയും ഇപ്പോൾ ഇന്തോനേഷ്യയിൽ നടന്ന ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മാസ്റ്റേഴ്സിൽ ലോക ചാമ്പ്യനായി മാറുകയും ചെയ്ത ഒരാളുണ്ട്. മാതമംഗലം എരമം സ്വദേശിയായ NV മോഹൻദാസ്. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടുവരാം. ഇന്തോനേഷ്യയിൽ വെച്ച് നടന്ന ലോക ബോഡി ബിൽഡേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ, അതായത് 50 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ വേൾഡ് ബോഡി ബിൽഡറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര കാലമായി ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ട്? ഏകദേശം 40 വർഷമായിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നുണ്ട്. ഏത് വയസ്സ് മുതലാണ്? 16 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ബോഡി ബിൽഡിംഗ് ആദ്യമായിട്ട് തുടങ്ങിയത്. അപ്പൊ ഈ സാറിന്റെ ഒക്കെ ഒരു 16 വയസ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പൊ കുട്ടികളൊക്കെ കുറച്ചുകൂടി ഈ ബോഡി ബിൽഡിങ്ങിലൊക്കെ കോൺഷ്യസ് ആണ്. പക്ഷെ ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നോ ശരിക്കും? ഇല്ല, നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ബോഡി ബിൽഡിംഗ് ചെയ്യുകയൊക്കെ വളരെ പ്രയാസമേറിയതായിരുന്നു. ഞാൻ നമ്മുടെ ആ കാലഘട്ടങ്ങളിൽ ഈ പത്രത്തിലൊക്കെ ജീവൻ ടോണിന്റെ പരസ്യം, ഇന്നത്തെ പ്രോട്ടീന്റെ ഒക്കെ പരസ്യം കാണുന്നത് പോലെ, അങ്ങനെ ആ ജീവൻ ടോണിന്റെ പരസ്യം കണ്ട് അട്രാക്റ്റീവ് ആയ ഒരാളാണ് ഞാൻ. ഇതുപോലെ എങ്ങനെ മസിൽമാൻ ആകാം, ആ ചിന്തയിൽ നിന്നാണ് ഞാനിങ്ങനെ അന്വേഷിച്ച് പലരോട് ചോദിച്ചു എങ്ങനെ ഈ ബോഡി ഉണ്ടാക്കാം. ഞാൻ പുഷപ്പ് ചെയ്ത് നോക്കി, മരത്തിന്റെ കമ്പൊക്കെ പിടിച്ച് പുള്ളപ്പ് ചെയ്തു. പക്ഷെ ശരീരത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. അപ്പൊ ചിലരെന്നോട് പറഞ്ഞു, നീ ഇതിൽ പങ്കെടുത്താല് നിനക്ക് ഇങ്ങനെ ഇതിൽ നല്ലൊരു ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നമുക്ക് കാണുന്നിടത്തൊക്കെ മുട്ടിനൊക്കെ ജിമ്മുണ്ട്. ആ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഈ ഒരു? ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ ജിമ്മില്ല. ഞാൻ എരമം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. വാഹന സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ആ കാലഘട്ടത്തില്. ഒരു വാൻ മാത്രമാണ്, ബസ് പോലും ഇല്ല. അപ്പൊ ഞാനത് എളുപ്പവഴി കോറോം വഴി നടന്ന് പയ്യന്നൂരിൽ വന്ന് ഇവിടെ മൂരിക്കോലിലുള്ള റാങ്ക് ദ്വീപ് ജിമ്മിലാണ് ആദ്യമായിട്ട് പരിശീലനം നടത്തിയത്. ആ സമയത്ത് ട്രെയിനർ നമ്മുടെ ഒരു തൊടുപുഴയുള്ള ഒരു സുരേഷ് കുമാർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിൽ നിന്നാണ് ഈ പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിക്കുക, അങ്ങനത്തെ പരിപാടികൾ? അന്ന് ആ കാലഘട്ടത്തിൽ പ്രോട്ടീൻ പൗഡറൊന്നും നമുക്ക് ഇവിടെ ലഭ്യമല്ല. അമേരിക്കയിൽ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. കാരണം നമ്മൾ ഇവിടുന്ന് കഴിച്ചത് കഞ്ഞിയുടെ വെള്ളം, തൈര്, അതുപോലെ തന്നെ പച്ചക്കറികള്, വല്ലപ്പോഴുമാണ് ഇറച്ചിയൊക്കെ കിട്ടുക. അപ്പൊ ഇത് കഴിച്ചിട്ടാണ് നമ്മളിന്ന് ഇത് എല്ലാ ബോഡി ബിൽഡേഴ്സും അങ്ങനെ തന്നെയാണ്. അതെ, നമ്മുടെ ഈ കഞ്ഞിയും പയറൊക്കെ കഴിച്ചാലും അപ്പോ ഈ രീതിയിൽ നമ്മുടെ മസിലുകളൊക്കെ ഉരുട്ടിയെടുക്കാമെന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ചുണ്ടാക്കിയ മസിലുകളൊന്നും പിന്നീട് നശിച്ചു പോകില്ല. കാരണം ജീവനുള്ളത് തന്നെ കഴിക്കണം. ജീവനുള്ള കഴിച്ച് ശരീരത്തിൽ ജീവശക്തി വർദ്ധിപ്പിക്കുക. അതെ, ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺസേൺ ആണ്, ഇതുപോലെ പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ? പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ അതിൽ തെറ്റില്ല. കാരണം അതിൽ അടങ്ങിയിരിക്കുന്നതൊക്കെ അത് എങ്ങനെ അവർ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. പ്രോട്ടീൻ പൗഡറിൽ അടങ്ങിയിരിക്കുന്നത് ഈ മിൽക്കും അതുപോലെ തന്നെ എഗ്ഗും പയറുവർഗ്ഗങ്ങളും നട്ട്സും ഒക്കെ തന്നെയാണ്. പക്ഷെ അത് അവരെങ്ങനെ നിർമ്മിച്ചിട്ടാണ് നമ്മൾക്ക് തരുന്നു എന്നുള്ളതിലാണ് ഇന്നത്തെ വിഷയം. ഇപ്പൊ ഇന്തോനേഷ്യയിൽ വെച്ച് നടന്ന ഈ ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് പോകാൻ വേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻ ഒക്കെ നടത്തിയത്? ഞാൻ ആദ്യം തന്നെ ഇവിടെ വന്ന് ഞാൻ ഇതിന്റെ അതോറിറ്റിയോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, താഴത്തെ തട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. അങ്ങനെ മിസ്റ്റർ കണ്ണൂരിന് പങ്കെടുത്തു. മിസ്റ്റർ കണ്ണൂരായി. സ്റ്റേറ്റിൽ പങ്കെടുത്തു, സെക്കൻഡ് കിട്ടി. പിന്നീട് ദേശീയ ലെവലിൽ പങ്കെടുത്തപ്പോൾ മിസ്റ്റർ ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഏഷ്യക്ക് പോയി. ഏഷ്യക്ക് 5ാം സ്ഥാനമേ കിട്ടിയുള്ളൂ. അത് ഞാനൊരു ചാലഞ്ചാക്കി എഴുതി വെച്ചു. എന്ത് തന്നെ ആയാലും ഞാൻ വേൾഡ് ചാമ്പ്യൻ ആയിരിക്കും. കാരണം എനിക്കിതിന്റെ ഗ്രിപ്പ് കിട്ടി. ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ മത്സരത്തിൽ ഞാൻ തായ്ലൻഡിൽ പങ്കെടുക്കുന്നത്. ഏഷ്യയിൽ അല്പം നിരാശ ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ ഒരു കാരണത്താലും തളർന്നില്ല. കാരണം എനിക്ക് അവിടെ നിന്നാണ് ഇതെന്താണ് ഒരു ഇന്റർനാഷണൽ മത്സരത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം. സാധാരണ കണ്ണൂർ മത്സരമല്ല, നാഷണൽ മത്സരമല്ല, ഇന്റർനാഷണൽ മത്സരത്തിൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എങ്ങനെ നിൽക്കണം, എങ്ങനെ ഷോ ചെയ്യണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ മനസ്സും ശരീരവും ഒന്നിച്ച് പ്രവർത്തിപ്പിക്കണം, ആ ടെക്നിക്ക് ഞാൻ അവിടുന്ന് പഠിക്കുകയും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞാൻ ഇവിടുത്തെ നാഷണൽ ചാമ്പ്യന്മാരും ഇവരോടൊക്കെ സംസാരിക്കുകയും അവരിൽ നിന്ന് ഒരുപാട് ടെക്നിക്കൽ കിട്ടുകയും ഞാൻ രാജേഷ് എന്ന് പറയുന്ന എൻ്റെ കോച്ചിൻ്റെ അടുക്കുന്നു ഒരുപാട് ടെക്നിക്ക് മനസ്സിലാക്കിയിട്ട് അതായത് അഹോരാത്രം പ്രവർത്തിച്ചു. ഒടുവിൽ വിജയം എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി. തീർച്ചയായിട്ടും നമ്മളൊരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നമുക്കൊപ്പം ഉണ്ടാവും. നിങ്ങൾ ആ പറഞ്ഞതാണ് അതിന്റെ യഥാർത്ഥ ശരിയായ വാക്ക്. നമ്മൾ
എനിക്ക് എല്ലാവരും യുവാക്കളോട് പറയാനുള്ളതാണ്, നമ്മൾ ഏത് കാര്യമാണ് ഇതല്ല, നമ്മളത് മനസ്സിലുറപ്പിച്ച് രാവും പകലും ഉറക്കത്തിലും ഊണിലും ഉറക്കിലും ചാമ്പ്യനാണ് എന്ന് ഞാൻ പോകുന്നതിന് മുന്നേ ഉറപ്പിച്ചിരുന്നു, ഞാൻ ചാമ്പ്യനായിരിക്കും. എല്ലായ്പ്പോഴും ഞാൻ എഴുന്നേൽക്കുമ്പോഴും ഞാൻ ചാമ്പ്യനാണ്. ഇത് തന്നെയായിരുന്നു എൻ്റെ മന്ത്രം, ചാമ്പ്യനായിരുന്നു. ചാമ്പ്യൻ ആയതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്, കഴിഞ്ഞ ചാമ്പ്യനെ പരാജയപ്പെടുത്തിയിട്ടാണ് എന്നെ ആരാണോ തോൽപ്പിച്ചത് ഏഷ്യയിൽ 5ാം സ്ഥാനത്തേക്ക് പിറകെ തള്ളി അവരെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ടാണ് ഞാൻ 1ാം സ്ഥാനത്തിന് നല്ല മാർക്കിൽ വിജയിച്ചത്. തീർച്ചയായിട്ടും അത് വലിയ നമ്മൾ എന്താണ് ഹൃദയം കൊണ്ട് കേൾക്കേണ്ട വാക്കുകൾ തന്നെയായിരുന്നു. നമ്മളൊരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ അല്ലെ, നമുക്ക് ഈ ലോകം മുഴുവൻ അത് ഈ ഒരു കാര്യത്തിലല്ല അല്ലെ, ചാമ്പ്യൻഷിപ്പ് ഏതിലും നിങ്ങളുടെ ജീവിത വിജയം. അത് ഞാൻ എൻ്റെ SSLC പഠിത്തത്തിലും അങ്ങനെ ആയിരുന്നു. ഞാൻ SSLCയിൽ ആദ്യം പരാജയപ്പെട്ടു 210. അത് ഞാനൊരു ചാലഞ്ചാക്കി എടുത്തു. പിന്നത്തെ വർഷം ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ പാസ്സാവാൻ. അത് എൻ്റെ ഒരു ഏത് കാര്യത്തിലും അങ്ങനെയാണ്. നേടുമെന്ന് വിചാരിച്ചാൽ അത് നേടിയിട്ട് മാത്രമേ പിന്നെ ഒന്നും നോക്കാറില്ല, ആ ലക്ഷ്യത്തിലേക്ക് മാത്രമേ നീങ്ങാറുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഈ വാക്കുകൾ തന്നെ കേൾക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമാണ്, താങ്കളുടെ ഒരു മാതൃകയാക്കാൻ പറ്റുന്നതാണ്. ഈ 16 വയസ്സ് മുതൽ ഇതുവരെയും അതൊരു ജീവിതചര്യ തന്നെയായിരുന്നു അല്ലെ? ജീവിതചര്യ തന്നെയായിരുന്നു. അതിനിടയിൽ ഞാൻ 2011 അല്പം കാലം ഈ ബോഡി ബിൽഡിംഗ് നിർത്തിയിട്ട് എനിക്ക് യോഗ, കാരണം ഈ യോഗ ഡേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ യോഗ പരിശീലനം, അങ്ങനെ ഞാൻ യോഗയിൽ ഇന്റർനാഷണൽ ട്രെയിനറായി. UAE ഏകദേശം 2500ഓളം ആൾക്ക് യോഗ ഡേ ആയെന്ന് ക്ലാസ് എടുത്തിരുന്നു. ഇന്റർനാഷണൽ യോഗ ഡേ IPF-ന്റെ ക്ലാസ് എടുത്തിരുന്നു. താങ്ക് യു. അപ്പൊ നമ്മളോട് സംസാരിച്ചതിനും ഈ ലൈഫ് എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിനും ഒരുപാട് വളരെ വളരെ സന്തോഷം.